നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 സന്ധ്യാദീപം. ഗജസ്നാനം എന്നൊരു പ്രയോഗമുണ്ട്. സാധകരെയും ആത്മീയ മാർഗത്തിൽ സഞ്ചരിക്കുന്നവരെയും ചില സത്യങ്ങൾ ഓർമ്മപ്പെടുത്താനാണ് ഈ പ്രയോഗം സാധാരണയായി ഉപയോഗിക്കുന്നത്. ആനയിൽ നിന്നും മനസ്സിലാക്കേണ്ടതാണ് അതിൻ്റെ ശൗചം. ആന നല്ലപോലെ കുളിക്കുന്നു. ചിലപ്പോൾ മണിക്കൂറുകളോളം വെള്ളത്തിൽ കിടന്ന് ശരീരം ശുചിയാക്കുന്നു. എല്ലാം കഴിഞ്ഞ് കരയിൽ കയറിയ ഉടൻ മണ്ണുവാരി ദേഹം മുഴുവൻ വിതറും. ആന എന്തിന് ശരീരം ശുചിയാക്കി എന്ന് നമുക്ക് തോന്നിപ്പോകും. അർത്ഥശൂന്യമാകുന്ന കർമ്മത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പാണ് ഈ ഗജസ്നാനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ആത്മശുദ്ധീകരണത്തിനായി വ്രതമോ തീർത്ഥാടനമോ ചെയ്ത ശേഷം ഇന്ദ്രിയ സുഖങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്നതിലെ വ്യർത്ഥതയെക്കുറിച്ച് ഓർമ്മപ്പെടുത്താനാണ് ഗജസ്നാനം എന്നതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത്. കുളിക്കുന്നത് ശരീരം ശുചിയാക്കാനാണ്. അതുപോലെ വ്രതവും ക്ഷേത്രദർശനവും നമ്മെ ആന്തരികമായി ശുദ്ധിയാക്കാനാണ്. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ പ്രശ്നോത്തര രത്നമാലിക ആലപിക്കുന്നത് കേൾക്കാം. പാത്രം കിമന്നദാനേ ക്ഷുധിതം കോർച്ചോ ഹി ഭഗവദവതാരഃ കശ്ച ഭഗവാൻ മഹേശഃ ശങ്കരനാരായണാത്മൈകഃ പാത്രം കിമന്നദാനേ ക്ഷുധിതം കോർച്ചോ ഹി ഭഗവദവതാരഃ കശ്ച ഭഗവാൻ മഹേശഃ ശങ്കരനാരായണാത്മൈകഃ. അടുത്തതായി ശങ്കര സ്തോത്രാമൃതം. ശ്രീ ശങ്കരാചാര്യരുടെ പ്രശ്നോത്തര രത്നമാലികയിലെ ചോദ്യം പരിഹരിക്കാൻ കഴിയാത്തത് എന്താണെന്നാണ്. മരണമാണ് പരിഹരിക്കാൻ കഴിയാത്തത് എന്നാണ് ആചാര്യൻ്റെ മറുപടി. അടുത്ത ചോദ്യം എവിടെയാണ് പാദം വയ്ക്കേണ്ടത് എന്നാണ്. ത്രിഭൂതേ എന്ന് ആചാര്യൻ നൽകുന്നു മറുപടി. അത് എന്താണെന്ന് വ്യാഖ്യാനിക്കുകയാണ് ഇന്ന് ശങ്കര സ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. പ്രശ്നോത്തര രത്നമാലികയിൽ
64-ാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ അവസാനം ചോദിച്ചു, എന്താണ് ജന്മം? മറുപടി പറഞ്ഞു, വിഷയസംഗമാണ് ജന്മം. രണ്ടാം ജന്മം അഥവാ അനന്തരജന്മം എന്താണ് ഒരാളുടെ? അവിടെ മറുപടി പറഞ്ഞു, പുത്രനാണ്. പുത്രൻ എന്നുള്ളതിനെ പുത്രി എന്നും മനസ്സിലാക്കാം, മക്കളെന്നർത്ഥം. മക്കളിലൂടെ, തലമുറകളിലൂടെ നമ്മൾ ജീവിക്കുന്നു എന്ന് തത്വം. അത് പ്രായേണ പ്രവൃത്തി മാർഗത്തിൽ തുടരുന്നവരുടെ, വിശേഷിച്ച് ഗൃഹസ്ഥാശ്രമികളുടെ ഒരു വീക്ഷണത്തിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്. തുടർന്ന് കോ പരിഹാര്യോ മൃത്യു കുത്ര പദം വിന്യസേച്ഛ ദൃക്പൂതേ കഹ അപരിഹാര്യ. ഇതാണ് ചോദ്യം. കഹ അപരിഹാര്യ, പരിഹരിക്കാൻ കഴിയാത്തത് എന്താണ്? ഒരു മാറ്റം വരുത്താൻ നമുക്ക് കഴിയാത്തത്, ഇല്ലാതാക്കാൻ കഴിയാത്തത്, അതാണ് പരിഹരിക്കാൻ കഴിയാത്തത്. എന്ത്? മറുപടി മൃത്യുഹു, മരണം. ജനിച്ചു കഴിഞ്ഞാൽ മരണം സുനിശ്ചിതമാണ്. ജാതസ്യ ഹി ധ്രുവോ മൃത്യുഹു, ജനിച്ചവന് മരണമുറപ്പാണ്. സുഖമുണ്ടാവുമോ ദുഃഖമുണ്ടാവുമോ അഥവാ രോഗം ഉണ്ടാവുമോ ഉണ്ടാവില്ലേ, ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് അഭിപ്രായ ഭേദങ്ങളുണ്ടാവാം. പക്ഷെ ജനിച്ചാൽ മരിക്കുമെന്നുള്ളതിൽ യാതൊരു സന്ദേഹവും ഇല്ല. അതില്ലാതാക്കാനും കഴിയില്ല, ഒരു നിമിഷം അങ്ങോട്ടോ ഇങ്ങോട്ടോ ആക്കാനും കഴിയില്ല. അതിൽ നമുക്ക് നിയന്ത്രണമില്ല. നേരത്തെ ചിന്തിക്കേണ്ടായി, കർമ്മങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ പ്രാരബ്ധം തൊടുത്തു വിടപ്പെട്ട അമ്പ് പോലെയാണ്. ഇനി അതിൽ നിയന്ത്രണമില്ല. പ്രാരബ്ധാനുസൃതമാണ് ജീവിതം. അപ്പോൾ അതിൻ്റെ അന്ത്യമായിട്ട് മൃത്യു, മരണം, അത് യാതൊരു തരത്തിലും മാറ്റാൻ കഴിയാത്തതാണ്. ഇവിടെ പുരുഷാർത്ഥങ്ങളെ ചിന്തിച്ച് ജീവിത ക്രമീകരണം ചെയ്യുന്ന ആളെ സംബന്ധിച്ച് മരണം അനിവാര്യമാണ്, നിശ്ചയമായി വന്നു ചേരും, അപരിഹാര്യമാണ്. ഈയൊരു ബോധം യൗവനത്തിൽ തന്നെ സാധനാമാർഗത്തിൽ പ്രവർത്തിക്കാൻ പ്രേരകമാണ്. കാരണം ഈ ശ്രേഷ്ഠതമമായ ഏറ്റവും വിലയേറിയ മനുഷ്യജന്മം നമുക്ക് ലഭിച്ചു. ഇത് വെറുതെ നഷ്ടപ്പെടുത്താനുള്ളതല്ല. തൻ്റെ ജന്മലക്ഷ്യത്തെ പ്രാപിക്കണം. മരണം സുനിശ്ചിതമാണ്. അതിനു മുമ്പ് ജന്മലക്ഷ്യത്തെ പ്രാപിക്കണം, അതിനുള്ള ജീവിതക്രമം നയിക്കണം എന്നൊരു സന്ദേശം തദ്വാര ഉപാസനാനിഷ്ഠയിലേക്ക് പ്രേരണ എല്ലാം നൽകുന്ന ഒരു ചിന്തയാണ്. ഒരിക്കലും പരിഹരിക്കാൻ കഴിയാത്തതാണ് മൃത്യു എന്നത്. തുടർന്ന് അടുത്ത ചോദ്യം, കുത്ര പദം വിന്യസേത്. കുത്ര പദം വിന്യസേത്, എവിടെയാണ് കാല് വയ്ക്കേണ്ടത്? പദം വിന്യസേ എന്ന് പറഞ്ഞാൽ കാല് വയ്ക്കുക, അതായത് നടക്കുക, സഞ്ചരിക്കുക. എവിടെയാണ് കാല് വയ്ക്കേണ്ടത്? സഞ്ചരിക്കുന്ന സമയത്ത്, നടക്കുന്ന സമയത്ത്, ഓടുന്ന സമയത്ത്. അതുപോലെ ജീവിതയാത്രയിൽ ഓരോ സന്ദർഭത്തിലും എങ്ങോട്ടാണ് താൻ പാദം ഊന്നേണ്ടത്? ഇതാണ് ചോദ്യം. മറുപടി ദൃക്പൂതേ. ദൃക്പൂതേ, ദൃക്പൂതമായ സ്ഥാനത്തിൽ. ദൃക്പൂതെന്ന് പറഞ്ഞാൽ ദർശനം കൊണ്ട് പരിശുദ്ധമായ സ്ഥാനത്ത്, കാഴ്ച കൊണ്ട് ശുദ്ധമായ സ്ഥാനത്ത് എന്ന് വെച്ചാൽ നോക്കിയേ നടക്കാവൂ എന്നർത്ഥം. എവിടേക്കാണ് താൻ കാല് വയ്ക്കുന്നതെന്ന് നോക്കി, അവിടെ അപകടങ്ങളൊന്നുമില്ല, അവിടെ മുള്ളില്ല, അവിടെ കുഴിയില്ല, അവിടെ കല്ലില്ല, അല്ലെങ്കിൽ അവിടെ തടസ്സങ്ങളൊന്നുമില്ല എന്ന് മനസ്സിലാക്കി അങ്ങനെ ദൃക്പൂതമായ നോക്കുന്നതിലൂടെ പരിശുദ്ധിയെ പ്രാപിച്ച സ്ഥലത്ത് മാത്രമേ കാല് വയ്ക്കാൻ പാടുള്ളൂ. ഇത് കേവലം നടക്കുന്നതിനെയോ ഓടുന്നതിനെയോ സംബന്ധിച്ച് മാത്രമല്ല. നമ്മുടെ വിലയേറിയ ഈ ജീവിതത്തിൽ അനുനിമിഷം നമ്മൾ സഞ്ചരിക്കുകയാണ്. നമ്മുടെ ഓരോ കാൽവെപ്പുകളും നമ്മുടെ ഭാവിയെ നിർണ്ണയിക്കുന്നു. എടുത്തു ചാടി എന്തെങ്കിലും ചെയ്ത് നാളെ ദുഃഖിച്ചിട്ട് പ്രയോജനമില്ല.
അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നതും ദൃക്പൂതമായ രീതിയിലായിരിക്കണം. നിരീക്ഷിച്ച് ശുദ്ധമാണ്, നല്ലതാണ് എന്ന് ബോധിച്ചിട്ടേ എന്തും ചെയ്യാവൂ. നടക്കുന്നത് നോക്കിയേ നടക്കാവൂ. ഇത് നിർബന്ധമാണ്. ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ഈ ഒരു സന്ദേശം നമ്മൾ ഉൾക്കൊണ്ടേ മതിയാവൂ. അപ്പോൾ കുത്രപദം വിന്യസേത്, മറുപടി ദൃക്പൂതേ. തുടർന്ന് പാത്രം കിമന്നദാനേ ക്ഷുധിതം കോർച്യോ ഹി ഭഗവദവതാരഃ കശ്ച ഭഗവാൻ മഹേശഃ ശങ്കരനാരായണാത്മൈകഃ. പാത്രം കിമന്നദാനേ ക്ഷുധിതം കോർച്യോ ഹി ഭഗവദവതാരഃ കശ്ച ഭഗവാൻ മഹേശഃ ശങ്കരനാരായണാത്മൈകഃ. ചോദ്യം: അന്നദാനേ കിം പാത്രം? അന്നദാനത്തിൽ എന്താണ് പാത്രം? കഹ അർച്ച്യഃ? അതാണ് രണ്ടാമത്തെ ചോദ്യം. ആരാണ് അർച്ചിക്കപ്പെടേണ്ടത്? മൂന്നാമത്തെ ചോദ്യം: കശ്ച ഭഗവാൻ? ആരാണ് ഭഗവാൻ? ഇങ്ങനെ 3 ചോദ്യങ്ങളാണ് ഈ ശ്ലോകത്തിലുള്ളത്. അവയെക്കുറിച്ച് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. സന്ധ്യാദീപം തുടർന്ന് സനാതനധർമ്മം. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവർക്കും എൻ്റെ പ്രണാമം. അങ്ങനെ കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞതുപോലെ വസുദേവരുടെ മനസ്സിനെ, ദേവകിയുടെ വസുദേവരുടെയൊക്കെ മനസ്സ് ഭഗവത്മയമായി തീർന്നു. തതോ ജഗന്മംഗളമച്യുതാംശം സമാഹിതം ശൂരസുതേന ദേവി ദധാര സർവാത്മകമാത്മഭൂതം കാഷ്ഠായദാനന്ദകരം മനസ്തഃ. പറയാണ് തതഃ അനന്തരം ശൂരസുതേന, ശൂരസുതൻ എന്ന ശൂരസേനൻ്റെ പുത്രൻ വസുദേവനാൽ സമാഹിതം നല്ലവണ്ണം അർപ്പിക്കപ്പെട്ടവനും ജഗന്മംഗളം ലോകത്തിൻ്റെ മൂർത്തിമത്തായ മംഗളത്തോടു കൂടിയവനും മംഗളമായും അച്യുതാംശം നാശരഹിതമായിരിക്കുന്ന അംശത്തോടു കൂടിയവനെയാണ് അച്യുതാംശം എന്ന് പറയുക. അപ്പോൾ അച്യുതാംശം നാശരഹിതമായ അംശത്തോടു കൂടിയതും അതുപോലെ തന്നെ സർവ ജീവന്മാർക്കും സുഖത്തെ നൽകുന്നതാണ് സർവാത്മകം. ആത്മഭൂതം ആത്മാവായിരിക്കുന്നതുമായ ആ തേജസ്സിനെ ദേവകി ആനന്ദകരം ജനിപ്പിക്കുന്ന ചന്ദ്രനെ കാഷ്ഠായത ദിക്കെന്ന പോലെ മനസ്സുകൊണ്ട് ദധാര ധരിച്ചു. ആമ അതിൻ്റെ കുട്ടികളെ ധ്യാനമന്ത്രത്താൽ വളർത്തുന്നത് പോലെ സദ്ഗുരു തൻ്റെ ഉത്തമശ്രേഷ്ഠനായ ശിഷ്യനെ മൂർത്തിധ്യാനത്തെ ഉറപ്പിക്കുന്നത് പോലെയും വസുദേവൻ ധ്യാനമന്ത്രത്താൽ ദേവകിയുടെ ഹൃദയകമലത്തിൽ ഭഗവത് സ്വരൂപത്തെ പ്രവേശിപ്പിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ രണ്ടുപേരുടെയും മനസ്സിൻ്റെ ഉള്ളിൽ ഭഗവത്മയമായി തീർന്നു. നോക്കുക, എത്രയോ ശ്രേഷ്ഠകരമാണ് അവരുടെ ജന്മമെന്ന്. അവർ കഴിയുന്നിടത്തെ അല്ല നമ്മൾ ചിന്തിക്കേണ്ടത്, അവരുടെ ശരീരത്തെക്കുറിച്ചല്ല നമ്മൾ ചിന്തിക്കേണ്ടത്, അവരുടെ മനസ്സിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അവരുടെ മനസ്സ് എത്രത്തോളം യോഗ്യതയുള്ളതാണെന്ന് നാം ഒന്ന് ചിന്തിച്ച് നോക്കുക. സാ ദേവകീ സർവജഗന്നിവാസഭൂതാ നിതരാം നരോ രേചേ ഭോജേന്ദ്രഗേഹേഗ്നി ശിഖേവരുദ്ധ സരസ്വതി ജ്ഞാനഖലേ യഥാ സതി. സകല ലോകത്തിൻ്റെയും നിവാസഭൂതനായിരിക്കുന്നവന്, നിവാസസ്ഥാനമായി ഭവിച്ചിരിക്കുന്ന സാ ദേവകി, ആ ദേവകി ഭോജേന്ദ്രഗേഹേ, ഭോജേന്ദ്രൻ എന്ന് പറഞ്ഞാൽ കംസൻ്റെ ഗേഹത്തിൽ, കംസൻ്റെ ഭവനത്തിൽ രുദ്ധ ബന്ധിക്കപ്പെട്ടവളായിട്ട് ജ്ഞാനഖലെ ജ്ഞാനത്തെ വഞ്ചിക്കുന്നവനാൽ സതി ശോഭനയായിരിക്കുന്ന സരസ്വതിയത വിദ്യ പോലെയും രുദ്ധ തടുക്കപ്പെട്ടിരിക്കുന്ന അഗ്നിശിഖൈവ അഗ്നിജ്വാല പോലെയും നിതരായ ഏറ്റവും നാരേജെ ശോഭിച്ചിട്ടില്ല. സർവചരാചരങ്ങളുടെയും നിവാസസ്ഥാനമായിരിക്കുന്നതാണ് ഭഗവാൻ എന്നുള്ളത് കൊണ്ട് തന്നെ
ദേവകി സർവ്വലോകങ്ങളെയും ആനന്ദിക്കുന്നവളായി തീർന്നിട്ട് കൂടിയും അത്യന്തം ശോഭിച്ചില്ല എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ്? ഇപ്പോൾ കംസൻ്റെ ഭവനത്തിൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് സരസ്വതി, ദേവകി. ഇവിടെയും നമ്മൾ വലിയ ഗൃഹമൊക്കെ ഉണ്ടാക്കി അവിടെയെല്ലാം മനോഹരമായ ഭഗവാന്റെ വിഗ്രഹങ്ങളെല്ലാം വെച്ചു, അല്ലെങ്കിൽ ഭഗവത് രൂപങ്ങളെയെല്ലാം പ്രതിഷ്ഠിച്ചു, നല്ല വിളക്കുകളെല്ലാം വെച്ചു. ഇനി സ്വർണത്തിൽ തന്നെ ഭഗവാനെ കൊണ്ട് വെച്ചു. എല്ലാം വെച്ചിട്ടും എല്ലാം ചെയ്തിട്ടും നിങ്ങളുടെ ഗൃഹത്തിനകത്ത് നിങ്ങൾ വസിച്ചിട്ടും നിങ്ങൾക്ക് സന്തോഷം ഇല്ല. എന്തുകൊണ്ട് ആ സന്തോഷമില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ പറയുകയാണ്, അത്യന്തം ശോഭിച്ചില്ല. ദേവകി ശോഭിക്കാഞ്ഞതിൻ്റെ കാരണം എന്താ? കംസഗൃഹത്തിൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. നിങ്ങളും ഗൃഹാതുരിതത്തിനകത്ത് ബന്ധിക്കപ്പെട്ടവരായി ഭവിച്ചാൽ പിന്നെ എത്ര മനോഹരമായ ക്ഷേത്രം വെച്ചാലും എത്ര മനോഹരമായ വിഗ്രഹപ്രതിഷ്ഠ നടത്തിയാലും നിങ്ങൾക്കും ആ ആനന്ദം ലഭിക്കില്ല എന്ന് ഭാഗവതം ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോൾ ആനന്ദം ലഭിക്കണമെങ്കിൽ എന്ത് വേണം? ഗൃഹബന്ധത്തിനകത്തെ വിഷയങ്ങളിൽ ബന്ധിക്കപ്പെടാൻ പാടില്ല. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. രാവിലെ എഴുന്നേറ്റ് വരുന്നു, കാപ്പി ഇടാൻ അല്പം വൈകി, ഭർത്താവ് ശാസിക്കുന്നു ഭാര്യയെന്ന് വിചാരിക്കുക. ശാസന കേട്ട് ഭാര്യയ്ക്ക് വളരെയധികം ദേഷ്യം വന്നു. പാത്രങ്ങളെല്ലാം അടുക്കളയിൽ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുക. എന്നും എടുത്തു വയ്ക്കുന്ന പാത്രമാണ്, ഇന്ന് വീണുകൊണ്ടിരിക്കുന്നു. കാരണം എന്താ? ശാസനയാണ്. രാവിലത്തെ ശാസന കേട്ടുള്ള മനസ്സാണ്. രാവിലെ എന്തെങ്കിലും ഒരു കാര്യം കേട്ടിട്ട് മനസ്സെങ്ങനെ ഏതൊക്കെ തലത്തിൽ മായിത്തീരുന്നെന്ന് നമുക്ക് പോലും നിശ്ചയിക്കാൻ കഴിയില്ല. അവിടെ രാവിലെ ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായി ഒരു 4:15 തൊട്ട് 6 മണിക്ക്, ഇപ്പം നമ്മുടെ സമയം 6 മണിക്കാണ് നേരം വെളുക്കുന്നതെങ്കിൽ ഒരു 4:15 മുതൽ 5:30 വരെയൊക്കെ ബ്രാഹ്മമുഹൂർത്തം നമുക്ക് നിശ്ചയിക്കാം. മുഹൂർത്തം എന്ന് പറഞ്ഞാൽ 48 മിനിറ്റാണ്. 48 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം ഏകദേശം 30, 15, 15 രാത്രി 15-ഉം രാത്രി 15-ഉം മുഹൂർത്തങ്ങളുണ്ട്. അതിൽ ഒരു മുഹൂർത്തമാണ് ബ്രാഹ്മമുഹൂർത്തം. ആ ബ്രാഹ്മമുഹൂർത്തം ഗൃഹസ്ഥന്മാർക്ക് വിധിച്ചിരിക്കുന്ന രീതിയിൽ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായിട്ട് ആ സമയത്തൊരു പ്രാർത്ഥനയൊക്കെ ചൊല്ലിക്കഴിഞ്ഞാൽ ആരെന്ത് പറഞ്ഞാലും നമ്മുടെ മനസ്സിനെ ബാധിക്കാതിരിക്കും എന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് മനസ്സിനെ വിഷയങ്ങൾ ബാധിക്കാണ്ട് കർമ്മം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും രാവിലെ എഴുന്നേറ്റ്, ദേവകിക്ക് ഭഗവാൻ മനസ്സിൽ വസിച്ചിട്ട് പോലും ആനന്ദം ലഭിച്ചില്ല എന്നുള്ള കാര്യം ഇവിടെ പറയുന്നു. അതെന്തുകൊണ്ടാണ്? നിങ്ങളെങ്ങനെയാണോ വിഷയവാസനകളിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നത്, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിളകുക, പെട്ടെന്ന് ദേഷ്യം വരിക, ആലോചനയില്ലാണ്ട് തിരിച്ചു പറയുക, ഇതൊക്കെ വരുന്നത് കൊണ്ട് നിങ്ങളും ബന്ധനസ്ഥരാണ്. ഇവിടെ ദേവകിയെ യഥാർത്ഥമായിട്ട് ശരീരം കൊണ്ട് ബന്ധനസ്ഥരാക്കിയിരുന്നെങ്കിൽ നിങ്ങൾ വിഷയം കൊണ്ട് ബന്ധനസ്ഥരാണ് ഓരോരുത്തരും. അതുകൊണ്ട് തന്നെ അവിടെ ശോഭിക്കാൻ പറ്റില്ല. മനോഹരമായ വിളക്കൊക്കെ കഴുകി വിളക്ക് വെച്ചാലും ശോഭിക്കണമെന്നുണ്ടെങ്കിൽ വിഷയബന്ധനസ്ഥ ഒരിക്കലും ഉണ്ടാകരുതെന്നുള്ള സൂചന ഇവിടെ നിന്ന് കിട്ടുന്നു. പിന്നെ പറയുകയാണ്, ഭഗവാന്റെ ദിവ്യശോഭ കണ്ട് ജനങ്ങളെല്ലാം ആനന്ദിക്കുമ്പോഴും ദേവകിക്ക് ആനന്ദം കിട്ടിയില്ല. ആർക്കൊക്കെ മനസ്സിനകത്ത് വിഷയബന്ധമില്ലയോ അവരൊക്കെ ആനന്ദിച്ചിരിക്കും ഭഗവാന്റെ രൂപത്തെ കാണുമ്പം, ഭഗവത് ക്ഷേത്രത്തെ കാണുമ്പം, ഭഗവാനെക്കുറിച്ച് ആലോചിക്കുമ്പോഴൊക്കെ അവരൊക്കെ വളരെയധികം സന്തോഷിക്കുന്നുണ്ടാവും. പക്ഷേ ആർക്കാണ് സന്തോഷം വരാതിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആരൊക്കെ വിഷയങ്ങൾക്കകത്ത് ബന്ധനസ്ഥരായിരിക്കുന്ന മനസ്സുമായിരിക്കുന്നോ അവർക്കൊന്നും ആനന്ദം ലഭിക്കില്ല. അതുകൊണ്ട് ഇന്ന് തന്നെ വീട്ടിൽ കയറി പൂജാമുറി കയറി പ്രാർത്ഥിക്കുക, എന്നെ ഭഗവത് വിഷയം ചൊല്ലുമ്പോഴോ മറ്റ് പ്രാർത്ഥന ചൊല്ലുമ്പോഴോ മറ്റ് വിഷയങ്ങളൊന്നും എൻ്റെ മനസ്സിൽ വരാതിരിക്കട്ടെ, അതിന് ഞാൻ ദൃഢപ്രതിജ്ഞ എടുക്കുന്നു. അപ്പോൾ നിങ്ങളുടെ മനസ്സിന് ആനന്ദം ലഭിക്കും. എല്ലാവർക്കും ആനന്ദം ലഭിക്കട്ടെ. നമസ്കാരം. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്രസന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം.
കൃതയുഗത്തിൽ ആദിദേവ ചൈതന്യം കൃതമാലയിൽ തുടിച്ചു. പുണ്യ കൃതമാലയിൽ തുടിച്ചു. കൃതയുഗത്തിൽ ആദിദേവ ചൈതന്യം കൃതമാലയിൽ തുടിച്ചു. പുണ്യ കൃതമാലയിൽ തുടിച്ചു. വത്സലപാലകൻ ശ്രീവത്സാംഗിതൻ മത്സ്യമായി അവതരിച്ചു. വത്സലപാലകൻ ശ്രീവത്സാംഗിതൻ മത്സ്യമായി അവതരിച്ചു. മത്സ്യമായി അവതരിച്ചു. വേദാവിൽ നിന്നും പണ്ട് ഹയഗ്രീവൻ എന്ന ദൈത്യൻ വേദങ്ങളപഹരിച്ചു. ചതുർവേദങ്ങളപഹരിച്ചു.